അസ്പാരഗസ് കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു കിട്ടില്ല സൈഡ് ഡിഷ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ഗ്രിൽഡ് ഐറ്റത്തിൻ്റെ കൂടെ അൽഫാമിൻ്റെ കൂടെ ഒക്കെ എടുക്കാൻ കിട്ടില്ല കോമ്പിനേഷനാണ്. മാത്രമല്ല കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ തയ്യാറാക്കാം, അതുപോലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ. ഇതൊരു ഇറ്റാലിയൻ സൈഡ് ഡിഷാണ്. ഇതിൻ്റെ കൂടെ ഒരു ക്യാപ്സിക്കം കൂടെ വെച്ചാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. ഈ അസ്പാരഗസിന് ഇവിടെ പറയുന്നത്, ഇറ്റാലിയൻ പറയുന്നത് അസ്പാരജി എന്നാട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം. ആദ്യം ഇതിനെ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയെടുക്കാം. ശേഷം ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. പിന്നീട് ഇതിനെ പകുതിയാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന അസ്പാരജിനെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിരുന്ന ക്യാപ്സിക്കം മുഴുവനായി തന്നെ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് തിരുമ്മിയെടുക്കാം. അതിനായി ഒലീവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒലീവ് ഓയിൽ 2 സ്പൂണാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒലീവ് ഓയിൽ എക്സ്ട്രാ വെർജിൻ ആണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇറ്റാലിയൻ സീസണിംഗ് ആണ്. ഇതിലേക്ക് ഉപ്പ് ചേർത്തിരിക്കുന്ന ഇറ്റാലിയൻ സീസണിംഗ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിവിടുത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിന് സാലെ പെർഫുമാത്ത എന്നാണ് ഇതിവിടെ പറയുന്നത്. ഈ ഒരു ബോട്ടിലിന് ഇത് 1.5 ടീസ്പൂൺ ആണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇത് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ചേർത്ത് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിനെ കുറഞ്ഞത് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഓവനിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു ട്രേയുടെ മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം തിരുമ്മിയെടുത്തിരിക്കുന്ന അസ്പാരജിനെയും ക്യാപ്സിക്കത്തിനെയും ഇതിന് മുകളിലേക്കായിട്ട് വിതറിയിട്ട് കൊടുക്കാം. ഇത് ഓവനിലേക്ക് മാറ്റുന്നതിന് മുന്നേ ആയിട്ട് കുറഞ്ഞത് 5 മിനിറ്റ് നേരമെങ്കിലും ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിനെ ഓവനിലേക്ക് മാറ്റാവുന്നതാണ്. പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ 170 ഡിഗ്രിയിൽ 20 മിനിറ്റ് ആണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ കറക്റ്റ് 20 മിനിറ്റിന് ശേഷം വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് വെന്ത് വന്ന പരുവത്തിൽ നമ്മൾ പുറത്തെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ഒരല്പം ചീസ് കൂടി വെതറി കൊടുക്കാം. ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഗ്രീക്ക് ചീസാണ്. മൊസറല്ല ചീസ് പോലെ വലിഞ്ഞു വരുന്ന ഒരു പുളിപ്പുള്ള സൈസ് ചീസല്ല, ഇതൊരല്പം കട്ടിയുള്ള സൈസ് ചീസാണ്. അപ്പോൾ ഇത് ചെറു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് വെക്കാം. പൊതുവെ പലരും ഈ അസ്പാരജി കൊണ്ട് മെഴുക്ക് പുരട്ടിയും തോരനും ഒക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് മുതിർന്നവർക്ക് ഇഷ്ടമാണെങ്കിലും കുട്ടികൾക്കെല്ലാം തന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. അതേസമയം നമ്മൾ ചീസൊക്കെ വെച്ച് ഇതേപോലെ ഒന്ന് ബേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരൊരു മടിയും കൂടാതെ മിടുക്കരായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചീസ് മുഴുവനായി തന്നെ ഇതിന് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. വീണ്ടും ഇനി ഒരു 10 മിനിറ്റും കൂടെ ഇതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതാ അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള അസ്പാരജിയുടെ സൈഡ് ഡിഷ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നുകയാണെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാവരോടും ബോൺ അപ്പത്തീത്തോ.